Hi guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസിനെ കുറിച്ചിട്ടാണ്. ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ലീഷൻസ് വരും, എന്തൊക്കെ എക്സ്ട്രാ കാർഡിയാക്കുള്ള ലീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് കണ്ടിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻഫ്ലമേഷൻസ്, പാൻ കാർഡൈറ്റിസ് ഒക്കെയാണ് വരുന്നത്. സോ വിച്ച് ഇൻക്ലൂഡ്സ് എൻഡോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ് എക്സെട്ര. വെറാസ് ഈ ക്രോണിക് ലീഷൻ ആകുമ്പോഴത്തേക്കും ഈ ഇൻഫ്ലമേഷൻസ് മാത്രമല്ല, അതുകൂടാതെ കുറേ എക്സ്ട്രാ കാർഡിയാക് ലീഷൻസ് വരുന്നുണ്ട്. അതായത് മൈഗ്രേറ്ററി പെയിൻ, മൈഗ്രേറ്ററി പോളി ആർത്രൈറ്റിസ്, കൂടാതെ കുറച്ച് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ലൈക്ക് കോറിയ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ക്ലിനിക്കൽ ഫൈൻഡിങ്സും എറ്റിയോപെത്തോജനസിസും ഒക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. Chronic rheumatic heart disease എന്ന് പറയുമ്പോഴത്തേക്കും myocarditis and pericarditis of the acute rheumatic fever usually resolves without any sequelae. But the acute carditis, endocarditis mainly, valvulitis induced damages is cumulative, and with each attack of rheumatic fever it progresses, resulting in structural and functional alteration of the valve. Chronic rheumatic heart disease എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ structural and functional alteration of valve സംഭവിച്ചിട്ടുണ്ട് due to induced, that is vasculitis induced damage. Vasculitis induced damage ഇങ്ങനെ ഉണ്ടായി അത് ക്രോണിക്കായിട്ട് ഇങ്ങനെ ഉണ്ടായി അത് ക്യുമുലേറ്റ് അങ്ങനെ ക്യുമുലേറ്റ് ചെയ്തിട്ട് എന്ത് പറ്റും? റിസൾട്ട് ഇൻ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഓൾട്ടറേഷൻ ഓഫ് ദി വാൽവ്. മോർഫോളജി ഓഫ് ദി ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. മോർഫോളജി ഓഫ് ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇത് എഫക്ട് ചെയ്യുന്നത് വാൽവിനെ ആയിരിക്കും. വാൽവ്സ് ആർ എഫക്റ്റഡ്. Mitral valve, it is the most commonly and severely affected valve in the chronic rheumatic disease. So chronic rheumatic disease commonly affects, in the most commonly and severely affecting the valve is the mitral valve. The mitral valve along with the aortic valve in another 25% of the cases. Then tricuspid and pulmonary valve, they are rarely affected. Changes in the affected valve. Changes in the affected valve എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഇൻ ദി മൈട്രൽ വാൽവ് ഒരു തിക്കണിങ്. എന്തൊക്കെ ചേഞ്ചസാണ് മൈട്രൽ വാൽവിന്? ഓരോ വാൽവിന് എന്തൊക്കെ ചേഞ്ചസ് വരാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ചേഞ്ചസ് ഇൻ ദി മൈട്രൽ വാൽവ്. മൈട്രൽ വാൽവിന് എന്ത് പറ്റും? തിക്കണിങ് സംഭവിക്കും. തിക്കണിങ് ഓഫ് ദി വാൽവ് ലീഫ്ലെറ്റ്. സോ വാൽവിന് വെച്ച് തിക്കണാവുന്ന എന്തുകൊണ്ടാണ്? ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ടാണ്, ഡ്യൂ ടു ഫൈബ്രോസിസ്. സോ ഫൈബ്രോസിസ് വന്നു ഫോളോയിങ് ഇൻഫ്ലമേഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? വാൽവ്സ് ഒക്കെ ഇൻഫ്ലെയിം ആകുമ്പോൾ എന്താ പറ്റുന്നത്? മാസ് കൂടുതലല്ലേ, അങ്ങനെ ഫ്ലൂയിഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? ഇവിടെ തിക്കണിങ് ഓഫ് ദി വാൽവ് ലീഫ്ലെറ്റ്. then എന്ത് സംഭവിക്കും? ഫ്യൂഷൻ ഓഫ് കമ്മീഷേഴ്സ്. ഫ്യൂഷൻ ഓഫ് കമ്മീഷേഴ്സ് എന്ന് പറയുമ്പോൾ ഹീലിംഗ് ഓഫ് ദി റുമാറ്റിക് ലീഷൻ along the lines of the closure leading to the formation of fibrous adhesive or bridging of the valvular commissure resulting in rigid and partially fused stenotic valve. സോ ഇവിടെ എന്ത് പറ്റും? വാൽവുലർ കമ്മീഷേഴ്സ് ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ വാൽവ്സിന് എന്ത് സംഭവിച്ചു? ഫ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റീനോസിസ് സംഭവിക്കുന്നുണ്ട്. ആസ് എ പാർട്ട് ഓഫ് ഹീലിംഗ് ആണ് ഫ്യൂഷൻ നടക്കുന്നത്. In severe chronic rheumatic mitral valve diseases, the valve orifice becomes reduced due to the fixed narrow opening that has the characteristic features of the fish mouth appearance. So, fish mouth appearance ഉള്ളതുകൊണ്ട് തന്നെ അല്ലേ ഇവിടെ ക്രോണിക് റുമാറ്റിക് മൈട്രൽ വാൽവ് ഡിസീസ് ഉള്ളവർക്ക് എന്ത് പറ്റും? ഈ ഇൻഫ്ലമേഷൻ വരുമല്ലോ, ഈ ഹീൽ ചെയ്യാൻ വേണ്ടി ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറേ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എന്ത് പറ്റും? വാൽവിൻ്റെ സ്റ്റീനോസിസ് സംഭവിക്കും. ഓപ്പണിങ്ങിന് അവിടെ സ്റ്റീനോസിസ് സംഭവിക്കും. ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ ഫിഷ് മൗത്ത് ഓർ ബട്ടൺ ഹോൾ വെൻ വ്യൂഡ് ഫ്രം ദി വെൻട്രിക്കുലർ സെപ്റ്റം. ഷോർട്ടണിങ്, തിക്കണിങ് ആൻഡ് ഫ്യൂഷൻ ഓഫ് ദി കോഡേറ്റ് ടെൻറ്റിനെ സംഭവിക്കും. ഷോർട്ടണിങ്, തിക്കണിങ് ആൻഡ് ഫ്യൂഷൻ ഓഫ് ദി കോഡേറ്റ് ടെൻറ്റിനെ. അപ്പോൾ വാൽവിന് എന്ത് സംഭവിച്ചു? വാൽവ് തിക്കനായി. അതിൻ്റെ കമ്മീഷർ ഫൈബേഴ്സിന് എന്ത് പറ്റി? ഫൈബേഴ്സൊക്കെ റുമാറ്റിക് ലീഷൻസിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻസ് ഓഫ് ക്ലോഷർ സംഭവിച്ചു, ലീഡിങ് ടു ദി ഫൈബ്രസ് അഡ്ഹഷൻ ഓഫ് ബ്രിഡ്ജിങ് ഓഫ് ദി വാൽവുലർ കമ്മീഷൻ. അഡ്ഹഷൻ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് എന്ത് പറ്റി? ഫൈബ്രസ് അഡ്ഹഷൻ സംഭവിക്കുമ്പോൾ വാൽവ് സ്റ്റീനോസിസ് ഫ്യൂസ്ഡ് ആവാൻ തുടങ്ങി. ഫ്യൂസ്ഡ് ആയിട്ട് ലൈക്ക് എ ഫിഷ് മൗത്ത് അപ്പിയറൻസ്. ആൻഡ് എന്ത് സംഭവിച്ചു? ഫിഷ് മൗത്ത് ഓർ ബട്ടൺ ഹോൾ അപ്പിയറൻസ്. അത്രയും ചെറിയൊരു ഓപ്പണിംഗ് ആയിട്ട് അതിന് മാറി. ആൻഡ് ഇത് വെൻ വ്യൂഡ് ഫ്രം ദി വെൻട്രിക്കുലർ ആസ്പെക്ട് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ ഫിഷ് മൗത്ത് അപ്പിയറൻസ്. ദെൻ കോഡേറ്റ് ടെൻറ്റിലേക്ക് എന്ത് സംഭവിച്ചു? കോഡേറ്റ് ടെൻറ്റിന് എന്താ? ആ വാൽവിനെ വെൻട്രിക്കുലറായിട്ട് കണക്ട് ചെയ്യുന്ന സാധനം. സോ ഇറ്റ് becomes shortened, thickened and fusion. The consequence of mitral stenosis or narrowing of mitral valve ന്റെ കോൺസിക്വൻസ് എന്തൊക്കെയായിരിക്കും? ലെഫ്റ്റ് ഏട്രിയം പ്രോഗ്രസീവ്ലി ഡയലേറ്റ്സ്. വൈ? മൈട്രൽ സ്റ്റീനോസിസ് സംഭവിക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് കൂടുതൽ ബ്ലഡ് പോകുന്നില്ല. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കൂടുതൽ ബ്ലഡ് ഫില്ല് ചെയ്യുന്നുണ്ട്, നോർമലി ബ്ലഡ് ഫില്ല് ചെയ്യുന്നുണ്ട്, ബട്ട് ഉള്ള ബ്ലഡ് താഴേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ എന്ത് പറ്റും? ലെഫ്റ്റ് ഏട്രിയം ഡയലേറ്റ് ചെയ്യും. സോ ലെഫ്റ്റ് ഏട്രിയം പ്രോഗ്രസീവ്ലി ഡയലേറ്റ്സ് and which favors a mural thrombi in the
അപ്പൻഡേജസ് ഓർ എലോങ് ദി വോൾസ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ത്രോംബസ് ഫോർമേഷൻ നടക്കും. മ്യൂറൽ ത്രോംബി എന്ന് പറയുമ്പോഴത്തേക്കും ഒക്ലൂസീവ് ത്രോംബി, മ്യൂറൽ ത്രോംബി ഉണ്ട്. ഒക്ലൂസീവ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒക്ലൂഡ് ചെയ്ത് ത്രോംബി. സോ ദാറ്റ് ഈ സ്റ്റിനോസിസ് സംഭവിക്കുമ്പോൾ എന്താ, നാരോയിങ് അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് ഒക്ലൂഷൻ സംഭവിക്കുന്നില്ലല്ലോ. ബ്ലഡ് എന്നാലും പാസ് ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്, ബട്ട് കുറച്ച് എമൗണ്ടേ പോകുന്നുള്ളൂ. ദാറ്റ് ഈസ് മ്യൂറൽ ത്രോംബൈസ് ആണ് ഡെവലപ്പ്. അത്രോസ്ക്ലെറോസിസിൽ പറയുന്നുണ്ട് എന്താണ് മ്യൂറൽ ത്രോംബയും എന്താണ് ഒക്ലൂസീവ് ത്രോംബയും. And this thrombi can dislodge, embolize, and chronic venous congestion in the lung. Then pulmonary hypertension ഉണ്ടാക്കും. എന്തുകൊണ്ട് പൾമണറി ഹൈപ്പർടെൻഷൻ? ഈ ലെഫ്റ്റ് ഏട്രിയത്തിലാണല്ലോ, ലെഫ്റ്റ് ഏട്രിയത്തിലെ വാൽവ് അല്ലേ, മിട്രൽ വാൽവ് കണക്റ്റിംഗ് ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ലെഫ്റ്റ് ഏട്രിയം ഡൈലേറ്റ് ചെയ്യുമ്പോൾ എന്താ, പൾമണറി വെയിൻസ് ആണല്ലോ ഇവിടേക്ക് അങ്ങോട്ട് ബ്ലഡ് പമ്പ് ചെയ്താൽ ബ്ലഡ് കൊടുക്കുന്നത്. സോ അങ്ങനെ ബ്ലഡ് പൾമണറി വെയിൻസിൽ എന്ത് പറ്റും, റീകർജിറ്റേഷൻ സംഭവിക്കും ബ്ലഡിൻ്റെ. സോ ഇറ്റ് റിസൾട്ടിങ് ഇൻ പൾമണറി ഹൈപ്പർടെൻഷൻ. ആൻഡ് ദസ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയും റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറും വരും. കാരണം റീകർജിറ്റേഷൻ പൾമണറി വെയിനിലേക്ക് ഇത് പാസ് ചെയ്യണമല്ലോ, ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ഉള്ള കുറേ ഇഷ്യൂസ് കാരണം പൾമണറി ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്നത്. ഹൈപ്പർടെൻഷൻ ഉണ്ടാകുമ്പോൾ ഇറ്റ് റിസൾട്ട് ഇൻ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആൻഡ് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ. ലെഫ്റ്റ് വെൻട്രിക്കിൾ is normal in isolated pure mitral stenosis. ചേഞ്ചസ് ഇൻ ദി അയോട്ടിക് വാൽവ്. അയോട്ടിക് ഇപ്പോൾ പറഞ്ഞാൽ മെട്രൽ വാൽവിൻ്റെ ചേഞ്ചസ്. ഇനി അയോട്ടിക് വാൽവിന് എന്ത് സംഭവിക്കുക? അയോട്ടിക് വാൽവിൽ ദി സെക്കൻഡ് മോസ്റ്റ് കോമൺലി എഫക്റ്റഡ് വാൽവാണ് അയോട്ടിക് വാൽവ്. അയോട്ടിക് വാൽവിൽ എന്ത് പറ്റും, ഇതുപോലെ തന്നെ ഫൈബ്രസ് തിക്കണിങ് വരും. ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, ഇറഗുലർ ആയിട്ടുള്ള ഫൈബ്രസ് തിക്കണിങ് വരും. എവിടെ, കസ്പിലും. ഫ്യൂഷൻ ഓഫ് ദി കമ്മ്യൂഷ്യസ് കോസസ് അയോട്ടിക് സ്റ്റീനോസിസ്. ആൻഡ് കസ്പ് മേ ബിക്കം കാൽസിഫൈഡ് ആൻഡ് റിസൾട്ടിങ് ഇൻ സ്റ്റീനോസിസ് ആൻഡ് ഇൻസഫിഷ്യൻസി. Then tricuspid valve ആണെങ്കിലോ, tricuspid valve in case of recurrent rheumatic fever, the tricuspid valve may be deformed. So recurrent ആയിട്ടുള്ള ഫീവർ വരുമ്പോൾ എന്ത് പറ്റും, tricuspid valve deformed ആയിരിക്കും. ആൻഡ് always in association with mitral and aortic valve. Pulmonary valves are rarely affected. ഈ പിക്ചറിൽ കാണാൻ പറ്റും മൈട്രൽ സ്റ്റെനോസിൻ്റെ ബട്ടൺ ഹോൾ അപ്പിയറൻസ് ഓർ ഫിഷ് മൗത്ത് അപ്പിയറൻസ്. ദിസ് ഇസ് ദി അയോട്ടിക് വാൽവ്, പൾമണറി വാൽവ് ആൻഡ് ട്രൈകാസ്പിഡ് വാൽവ്. Etiology and pathogenesis of the rheumatic heart disease. Acute rheumatic fever is the post-streptococcal disease. അപ്പോൾ acute rheumatic fever എന്താ, post-streptococcal disease ആണ്. It develops after the latent period of 2 to 6 weeks after an episode of pharyngitis or tonsillitis by the streptococcal group A beta hemolytic ആയിട്ടുള്ള streptococcus നമ്മുടെ ബോഡിയിലെത്തി. It causes pharyngitis or tonsillitis. After the residing like pharyngitis and tonsillitis ഒക്കെ ഒന്ന് റിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, after that is latent period of 2 to 6 weeks after the episodes of pharyngitis and tonsillitis, it develops rheumatic fever, that is post-streptococcal disease ആയിട്ട്. Then immunologically mediated diseases ആണ് ഇവർ, and it can activate both antibodies and T-cell mediated reaction against streptococci. Because the streptococcal antigen നമ്മുടെ ബോഡിയിൽ എക്സ്പോസ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവർ ബോഡി വിൽ ആക്ടിവേറ്റ് either ആൻറ്റിബോഡി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ടി സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത് അഗെയിൻസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൈ. ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിബോഡി മീഡിയേറ്റഡ് റിയാക്ഷൻ ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഫ്ലോ ചാർട്ട് നോക്കാമല്ലേ. ഇപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫാരിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് പോലത്തെ ഒരു ഡിസീസ് വന്നു. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആണല്ലോ, ദാറ്റ് ഇസ് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാക്കിയത് എന്ത്, ഫാരിഞ്ചൈറ്റിസും ടോൺസിലൈറ്റിസും. ആൻഡ് ദേ വിൽ ആക്ടിവേറ്റ് ബോത്ത് ഹ്യൂമറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ടി സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഈ ഒരു ഡിസീസ് വന്നു ആൻഡ് ലേറ്റർ വൺസ് ഇത് ഡിസീസ് വന്നു എന്നിട്ട് പോകുമല്ലോ, പോയി കഴിഞ്ഞിട്ട് ലേറ്റൻ പീരീഡ് ഓഫ് 2 to 6 weeks കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ദിസ് വേരിയസ് ആൻറ്റിജനിക് കോമ്പൗണ്ട്സ് ഓഫ് ദി സ്ട്രെപ്റ്റോകോക്കൽ ക്രോസ് റിയാക്ട് വിത്ത് ദി കാർഡിയാക് ആൻറ്റിജൻസ്. ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും, ദേ വിൽ ക്രോസ് റിയാക്ട് വിത്ത് കാർഡിയാക് ആൻറ്റിജൻസ്. അങ്ങനെ ഈ ആൻറ്റിബോഡീസ് ഇവർ റിയാക്ട് ചെയ്യും കാർഡിയാക് ആൻറ്റിജനോട്. അത് കൂടാതെ ടി സെൽ മീഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് CD4+ T cell activated by the streptococcal antigens also cross react with the self protein, thus resulting in പാൻകാർഡൈറ്റിസ്. പാൻകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, ഓൾ 3 ലെയേഴ്സിനെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് പാൻ എന്ന് പറയുന്നത്. എൻഡോകാർഡൈറ്റിസ് വരാം, മയോകാർഡൈറ്റിസ് വരാം, പെരികാർഡൈറ്റിസ് വരാം, അതുകൂടാതെ എക്സ്ട്രാ കാർഡിയാക് ലീഷൻസും കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിബോഡി മീഡിയേറ്റഡ് റിയാക്ഷൻ. Antibody may be produced by the B lymphocyte against various antigenic compounds of the streptococci.
one of them produced against M protein of the streptococci. So ഈ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേരിയസ് ദാറ്റ് ഇസ് ബി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കിയുടെ വേരിയസ് ആൻറ്റിജനിക് കോമ്പൗണ്ട് ഉണ്ട്. വൺ ഓഫ് ദം ഈസ് producing against the M protein of the streptococci, and this M protein against like antibiotics antibodies ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും it will cross react with certain similar self antigens in the myocardial cells and glycoproteins of the valve. So glycoproteins of the valveലും മയോകാർഡിയൽ സെൽസിലുള്ള സിമിലർ പ്രോട്ടീൻസിനോടും കൂടി ഈ ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുന്നുണ്ടാവും, അത് നമ്മുടെ ബോഡിയിൽ. ആൻഡ് ദിസ് മേ ലീഡ്സ് ടു മെക്കാനിസം ഫോർ പാൻകാർഡൈറ്റിസ് ഇൻ ദി അക്യൂട്ട് റുമാറ്റിക് ഫീവർ. നെക്സ്റ്റ് ഈസ് T cell mediated reaction. T cell mediated reaction എന്ന് പറയുമ്പോഴത്തേക്കും CD4+ T cell are also activated by the streptococcal antigens. These along with the antibodies. So ഇവിടെ CD4+ T cell mediated ആക്ടിവേറ്റ് ആക്കുന്നുണ്ടല്ലോ in the streptococcal antigens. Along with the antibodies എന്ത് ചെയ്യും, ഇവരും ക്രോസ് റിയാക്ട് ചെയ്യും സെൽഫ് പ്രോട്ടീൻസിനോട്. ആൻഡ് these reaction produces cytokine and this lead to the activation of macrophages which are seen in the lesions of rheumatic fever. ഇവരാണ് CD4+ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ലീഷൻസ് ഒക്കെ കാണിക്കുന്നത്. കൂടാതെ സെൽഫ് പ്രോട്ടീനോട് ക്രോസ് റിയാക്ടിവിറ്റി രണ്ടിനുണ്ട്, ആൻറ്റിബോഡി മീഡിയേറ്റഡിനും ഉണ്ട് സെൽ മീഡിയേറ്റഡിനും ഉണ്ട് ക്രോസ് റിയാക്ടിവിറ്റി. ആൻഡ് കോംപ്ലിക്കേഷൻസ് ഓഫ് ദി ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. കോംപ്ലിക്കേഷൻ ഓഫ് ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ട് ഡിസീസ് അല്ലേ, ഇത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഡെവലപ്പ് ചെയ്യാം. Damaged valves of the rheumatic heart disease provide a site for deposition of the bacteria, thus causing infective endocarditis. ഡാമേജ്ഡ് വാൽവ്സ് ആണല്ലോ, അപ്പം ഇത് ബാക്ടീരിയനെ അവർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡാമേജ്ഡ് വാൽവ് ആയതുകൊണ്ട് ഡിപ്പോസിഷൻ സംഭവിക്കും, റിസൾട്ടിങ് ഇൻ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. ഇത് കൂടാതെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഹാർട്ടിൽ വരുമ്പോൾ ഫസ്റ്റ് എന്താ നടക്കുക, അരിത്മിയാസ് വരില്ലേ. അരിത്മിയ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്, മെട്രൽ സ്റ്റീനോസിസ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അരിത്മിയാസ് വരുന്നത്, ദാറ്റ് ഈസ് ഇറഗുലർ ഹാർട്ട് ബീറ്റ്. നെക്സ്റ്റ് എന്ത് പറ്റും, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അല്ല അസോസിയേറ്റഡ് വിത്ത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് മിട്രൽ ആൻഡ് അയോട്ടിക് വാൽവ്. മിട്രൽ വാൽവിന് അയോട്ടിക് നമ്മൾ പറഞ്ഞത് 4 വാൽവിനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് റിസൾട്ടിങ് ഇൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. പിന്നെ കുറേ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അഡ്ഹാസീവ് പെരികാർഡൈറ്റിസ് ഇൻഫ്ലമേഷനാണ്. ഫോളോയിങ് ദി ഫൈബ്രസ് പെരികാർഡൈറ്റിസ് ഡെവലപ്സ് ഡ്യൂറിങ് അക്യൂട്ട് അറ്റാക്ക്. അഡ്ഹാസീവ് പെരികാർഡൈറ്റിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ത്രോംബസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മ്യൂറൽ ത്രോംബെ. Mural thrombi and they are formed in the atrial or ventricular chambers and rarely a large thrombus in the left ventricle, left atrium appendages may act as a ball valve and may obstruct the orifice of mitral valve. എന്താ മ്യൂറൽ ത്രോംബി ഡെവലപ്പ് ചെയ്യും. മ്യൂറൽ ത്രോംബി ഒരു ബോൾ പോലെ ഇരിക്കും ആൻഡ് ദേ ഒബ്സ്ട്രക്ട് ഓർ ഓറിഫൈസ് ഓഫ് മിട്രൽ വാൽവ്, സ്ലൈറ്റ്ലി ഒബ്സ്ട്രക്ട് ചെയ്യും ബട്ട് നാരോ ആക്കത്തേ ഉള്ളൂ വാൽവിനെ. ത്രോംബോ എംബോളി. ത്രോംബോ എംബോളി എന്ന് പറയുമ്പം മ്യൂറൽ ത്രോംബി മേ ഡിസ്ലോഡ്സ് ആൻഡ് ഫോംസ് ത്രോംബോ എംബോളി. മ്യൂറൽ ത്രോംബി പർട്ടിക്കുലർ പോയിന്റ്സ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും, അവിടെ എംബോളിയായിട്ട് മാറും. അങ്ങനെ എംബോളിയായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, വേരിയസ് ഓർഗനിൽ ഇത് റീച്ച് ചെയ്യും. അങ്ങനെ അവിടെയൊക്കെ ഇഷ്കീമിയ ഉണ്ടാക്കി ഇൻഫാക്ഷൻ സംഭവിക്കും. അപ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻ പറഞ്ഞ ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, പിന്നെ ത്രോംബസ് ഡെവലപ്പ് ചെയ്യും. മ്യൂറൽ ത്രോംബെ മ്യൂറൽ ത്രോംബെ എംബോളി ആകുമ്പോൾ ത്രോംബോ എംബോളിസം, അങ്ങനെ പല ഓർഗനിൽ ഇത് എഫക്റ്റ് ചെയ്യും. അതുകൂടാതെ ഇവർ ഈ ത്രോംബസ് എവിടെ ഫോം ചെയ്യുന്നത്, വാൽവിലല്ലേ. വാൽവിൽ ഫോം ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് വാൽവ് നമ്മുടെ ബോഡിയിലുള്ള ഹാർട്ടിലുള്ള എല്ലാ വാൽവ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, റിസൾട്ടിങ് ഇൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. കൂടാതെ ഹാർട്ട് ഫെയിലിയർ മാത്രമാണ് ഉണ്ടാക്കുന്നത്, ആ ഹാർട്ടിൻ്റെ പുറത്തുള്ള ലെയർ ദാറ്റ് ഇസ് പെരികാർഡിയം, അവിടെയും എന്തുണ്ടാക്കുന്നുണ്ട്, ഇൻഫ്ലമേഷൻ ദാറ്റ് ഇസ് അഡ്ഹാസീവ് പെരികാർഡൈറ്റിസ് ആൻഡ് റിസൾട്ടിങ് ഇൻ അരിത്മിയ. Intermediate or granulomatous phase. Intermediate or granulomatous phase എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് എ പാത്തോഗ്നോമിക്സ് ഓഫ് റൊമാറ്റിക് മയോകാർഡൈറ്റിസ്. ഇറ്റ് ഈസ് എ ഗ്രാനുലോമാറ്റസ് ലീഷൻ. സോ നേരത്തെ പറഞ്ഞത് എന്താ, പെരിവാസ്കുലർ ഫോക്കിയിൽ കുറേ സാധനങ്ങൾ വരുന്നത് എന്തൊക്കെ, ലിംഫോസൈറ്റ്സും പ്ലാസ്മ സെൽസ് അതേപോലെ മാക്രോഫേജ് ഒക്കെ സറൗണ്ട് ചെയ്ത് വരുന്നു, അത്രേ ഉള്ളൂ കൊലാജനിൽ. ഇവിടെ എന്താ, ഇവിടെ ഒരു ഗ്രാനുലോമാറ്റസ് ലീഷൻ ഉണ്ടാകുന്നുണ്ട്, പാത്തോഗ്നോമിക്സ് ഓഫ് റൊമാറ്റിക് മയോകാർഡൈറ്റിസ് എന്നത്. സോ ദിസ് എ ഗ്രാനുലോമാറ്റസ് ലീഷൻ വിത്ത് എ സെൻട്രൽ ഫൈബ്രനോയിഡ് ഫോക്കി അസോസിയേറ്റഡ് വിത്ത് ലിംഫോസൈറ്റ്സ്. സെൻട്രൽ ഫൈബ്രനോയിഡ് ഫോക്കിയുള്ള ലിംഫോസൈറ്റ്സ് അത് കാണാൻ പറ്റും ഈ പിക്ചറിൽ. സോ ഇതാണ് സെൻട്രൽ ഫൈബ്രനോയിഡ് ലീഷൻ ആൻഡ് they are associated with lymphocytes, macrophage and anti-shock bodies. Okay, anti-shock bodiesനകത്തുണ്ട് ആൻഡ് ഒക്കേഷണലി പ്ലാസ്മ സെൽസ്. നേരത്തെ പറഞ്ഞ പോലെ മാക്രോഫേജും പ്ലാസ്മ സെൽസും ലിംഫോസൈറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൂടാതെ ആൻറ്റി ഷോക്ക് ബോഡീസ് ഉണ്ട്.
Okay, then antigen cells are plump activated macrophage. So plump activated macrophage ആണ് എന്ത് ആൻറ്റിസ്കോപ്പ് സെൽസ്. സോ ഇത് ഓർത്ത് വെക്കണം. ഫസ്റ്റിൽ നമ്മൾ പറയുന്നത് പെരിവാസ്കുലർ ഫോക്കിക്കകത്തായിരുന്നു കുറേ പ്ലാസ്മ സെൽസും ലിംഫോസിറ്റും മാക്രോഫേജും വന്നത്. ഇൻ്റർമീഡിയറ്റ് ഗ്രാനുലോമാറ്റസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഗ്രാനുലോമ ലീഷൻസ് ഉണ്ടാകുന്നുണ്ടല്ലേ. സോ ലീഷൻ എന്ത് ഫൈബ്രോണോട് ഫോക്കിയാണ്, സെൻട്രൽ ആയിട്ടപ്പോൾ ഫൈബ്രോണോട് ഫോക്കീസ് ഉണ്ടാവും. അതുകൂടാതെ പെരിഫറലി എന്തുണ്ടാവും, നേരെ അസോസിയേറ്റഡ് വിത്ത് ലിംഫോസൈറ്റ്സ്. നേരത്തെ പറഞ്ഞ ലിംഫോസൈറ്റ്സ് ഉണ്ട്, പ്ലാസ്മ സെൽസ് ഉണ്ട്, മാക്രോഫേജ് ഉണ്ട്. അതുകൂടാതെ ആൻറ്റിസ്കോപ്പ് സെൽസ് ഉണ്ട്. ദെൻ വാട്ട് ആർ ആൻറ്റിസ്കോപ്പ് സെൽസ്? They are the plump of activated macrophages which have abundant cytoplasm, round to oval nuclei in which the chromatin is deposited in a central slender wavy ribbon. അപ്പോൾ എന്തൊക്കെയാണ് ആൻറ്റിസ്കോപ്പ് ബോഡീസിൻ്റെ ഫീച്ചേഴ്സ്? അബണ്ടൻ്റ് ആയിട്ട് സൈറ്റോപ്ലാസം ഉണ്ടാവും, റൗണ്ട് ടു ഓവൽ ന്യൂക്ലിയസ് ആയിരിക്കും, ആൻഡ് ദ ക്രൊമാറ്റിൻ ഇസ് സെൻട്രൽ ഡിസ്പോസ്ഡ് ഇൻ എ സെൻട്രൽ സ്ലെൻഡർ ആൻഡ് വേവി റിബൺ പോലെ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലോൺജിറ്റ്യൂഡിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസംബിൾസ് കാറ്റർപില്ലർ. അപ്പോൾ കാറ്റർപില്ലർ ഷേപ്പ് ആയിരിക്കും വെൻ കട്ട് ലോൺജിറ്റ്യൂഡിനലി. ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇറ്റ് റിസംബിൾസ് ഓവൽ ഐ അപ്പിയറൻസ്. സോ ഓവൽ ഐ അപ്പിയറൻസ് ആയിരിക്കും വെൻ കട്ട് ക്രോസ് സെക്ഷനലി. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മൾട്ടിന്യൂക്ലിയേറ്റഡ് ആണെങ്കിലോ ദേ ആർ ടേംഡ് ആസ് ആഷ് ഓഫ് ജയൻറ്റ് സെൽസ്. മൾട്ടിന്യൂക്ലിയേറ്റഡ് ആണെങ്കിൽ ദേ ആർ ടേംഡ് ആസ് ആഷ് ഓഫ് ജയൻറ്റ് സെൽ. ഇഫ് ദേ ഹാവ് കട്ടഡ് ഇങ്ങനെ ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവലായി അപ്പിയറൻസും, കട്ട് സെക്ഷൻ ലോജിറ്റ്യൂഡിലാണെങ്കിൽ എന്താ കാറ്റർപില്ലറിനായിരിക്കും, കാറ്റർപില്ലർ റിസംബ്ലൻസ് ആയിരിക്കും വരുന്നത്. ദെൻ ലേറ്റ് ഓർ ഹീൽഡ് ഓർ ഫൈനൽ ഫേസ്. ലേറ്റ് ഓർ ഹീൽഡ് ഓർ ഫൈനൽ ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, ഫൈനലി എന്താ സംഭവിക്കുക? ഇപ്പോൾ ഗ്രാനുലോമ ഒക്കെ വന്നിട്ടുള്ള ടിഷ്യൂവിന് എന്ത് സംഭവിക്കും? സ്കാർ ഫോം ചെയ്യും. സോ ആഷ് ഓഫ് ബോഡീസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദി നോഡ്യൂൾസ് ഓഫ് സ്കാർ ടിഷ്യൂ. സോ ഇതാണ് ഫോർമേഷൻ ഓഫ് ആഷ് ഓഫ് ബോഡീസ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എക്സുഡേറ്റ് ഫോം ചെയ്തു. എക്സുഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, പെരിവാസ്കുലർ ഫോക്കെ ഈസ്നോഫിലിക് കൊലാജൻ, സ്വള്ളനായിട്ടുള്ള ഈസ്നോഫിലിക് കൊലാജൻ്റെ പെരിവാസ്കുലർ ഫോക്കയിൽ എന്തൊക്കെ വന്നു? ലിംഫോസൈറ്റ്, പ്ലാസ്മ സെൽസ് ആൻഡ് മാക്രോഫേജസ് വന്നു. പിന്നെ അവിടെ ഗ്രാനുലോമ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഇൻ്റർമീഡിയറ്റ് ഗ്രാനുലോമാറ്റസ് ഫേസ്. അപ്പോൾ എന്താ, ഗ്രാനുലോമാറ്റസ് ലീഷൻ അവിടെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഗ്രാനുലോമാറ്റസ് ലീഷൻ എന്ന് പറയുമ്പോൾ എന്താ, സെൻട്രലി ഫൈബ്രിനോട് ഫോക്കേ വരുന്നുണ്ട്. അസോസിയേറ്റഡ് വിത്ത് എന്തൊക്കെയാണ്? ലിംഫോസൈറ്റ്സ് ഉണ്ട്, ഇവിടെ പറഞ്ഞല്ലോ ലിംഫോസൈറ്റ്സ് ഉണ്ട്, പ്ലാസ്മ സെൽസ് ഉണ്ട്, മാക്രോഫേജ് ഉണ്ട്. ഇത് കൂടാതെ പ്ലംപ് ആക്ടിവേറ്റഡ് മാക്രോഫേജ് ഉണ്ട്. ആ പ്ലംപ് ആക്ടിവേറ്റഡ് മാക്രോഫേജിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആൻറ്റിസ്കോപ്പ് സെൽസ്. ഈ ആൻറ്റിസ്കോപ്പ് സെൽസിന് കുറേ പ്രത്യേകതകളുണ്ട്. സൈറ്റോപ്ലാസം എങ്ങനെ ആയിരിക്കും? അബണ്ടൻ്റ് ആയിരിക്കും. ന്യൂക്ലിയസ് എന്തായിരിക്കും? റൗണ്ട് ടു ഓവൽ ഇൻ ഷേപ്പ് ആയിരിക്കും. Then what about its chromatin? They are central, slender and wavy ribbon like ആയിരിക്കും. ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കട്ട് സെക്ഷൻ, അതായത് ഒരു കട്ട് ലോജിറ്റ്യൂഡിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിസംബിൾസ് കാറ്റർപില്ലർ. ക്രോസ് സെക്ഷനിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഐ അപ്പിയറൻസ്. ആൻഡ് മോർ ദൻ വൺ ന്യൂക്ലിയസ് ഉണ്ട്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും? ആഷ് ഓഫ് ജയൻറ്റ് സെൽ ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് ലേറ്റ് ഓർ ഹീൽഡ് ഓർ ഫൈനൽ ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ആഷ് ഓഫ് ബോഡീസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദി നോഡ്യൂൾസ് ഓഫ് സ്കാർ ടിഷ്യൂ. ഫൈനലി എന്ത് പറ്റും? ഈ ആഷ് ഓഫ് ബോഡി റീപ്ലേസ് ചെയ്യുന്നത് സ്കാർ ടിഷ്യൂ ആയിട്ടായിരിക്കും. ഇതാണ് നോർമൽ ജയൻറ്റ് സെല്ല് വരുന്നത്. ഈ ജയൻറ്റ് സെല്ലിനെ ലോജിറ്റ്യൂഡിനലി കട്ട് ചെയ്തപ്പോൾ എന്തുപോലെ തോന്നുന്നുണ്ട്? കാറ്റർപില്ലർ പോലെ തോന്നുന്നുണ്ട്. വേറാസ് അത് ക്രോസ് സെക്ഷനലി ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ, ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഓവൽ ഐ അപ്പിയറൻസ് ആണ് തരുന്നത്. ആൻഡ് ഇതേ ആൻറ്റിസ്കോപ്പ് സെൽസ് ഉണ്ടല്ലോ, ഇതാണ് ആൻറ്റിസ്കോപ്പ് സെൽസ്. ആൻഡ് ഇഫ് ഈ ന്യൂക്ലിയസ് ജയൻറ്റ് സെല്ലിൽ തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ജയൻറ്റ് സെൽ ഉണ്ടെങ്കിൽ ആ ജയൻറ്റ് സെൽ എന്ത് വിളിക്കും? ആഷ് ഓഫ് ജയൻറ്റ് സെൽ എന്ന്. ഓക്കെ, ദീസ് ആർ ദി ആക്ടിവേറ്റഡ് മാക്രോഫേജസ്. ഈ ആൻറ്റിസ്കോപ്പ് സെൽ എന്ന് പറയുമ്പോൾ ആക്ടിവേറ്റഡ് മാക്രോഫേജസ് ആണ്. ഈ ആൻറ്റിസ്കോപ്പ് സെൽസ് ആണ് കട്ട് ചെയ്യുമ്പോൾ ലോജിറ്റ്യൂഡിൽ കട്ട് ചെയ്ത കാറ്റർപില്ലർ ആയിട്ടും ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവൽ ഐ അപ്പിയറൻസ് ആയിട്ടും വരുന്നത്. ആൻഡ് അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിളിക്കും? ആഷ് ഓഫ് ജയൻറ്റ് സെൽ എന്നും വിളിക്കും. Etiology and pathogenesis of the rheumatic heart disease. Acute rheumatic fever is the post-streptococcal disease. അപ്പോൾ acute rheumatic fever എന്താ? post-streptococcal disease ആണ്. It develops after the latent period of 2 to 6 weeks after an episode of pharyngitis or tonsillitis by the streptococcal group A beta hemolytic ആയിട്ടുള്ള streptococcus നമ്മുടെ ബോഡിയിലെത്തി. It causes pharyngitis or tonsillitis. After the residing like pharyngitis and tonsillitis ഒക്കെ റിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? After that is latent period of 2 to 6 weeks after the episodes of pharyngitis and tonsillitis, it develops rheumatic fever. That is post-streptococcal disease ആയിട്ട്. Then immunologically mediated diseases ആണ് ഇവർ. And it can activate both antibodies and T-cell mediated reaction against streptococci. Because the streptococcal antigen നമ്മുടെ ബോഡിയിൽ എക്സ്പോസ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അവർ ബോഡി വിൽ ആക്ടിവേറ്റ് either ആൻറ്റിബോഡി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ T cell mediated ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത് അഗെയിൻസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൈ.
ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിബോഡി മീഡിയേറ്റഡ് റിയാക്ഷൻ ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഫ്ലോ ചാർട്ട് നോക്കാമല്ലേ. ഇപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫാരിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് പോലത്തെ ഒരു ഡിസീസ് വന്നു. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആണല്ലോ. ദാറ്റ് ഇസ് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാക്കിയത് എന്ത് ഫാരിഞ്ചൈറ്റിസും ടോൺസിലൈറ്റിസും. ആൻഡ് ദേ വിൽ ആക്ടിവേറ്റ് ബോത്ത് ഹ്യൂമറൽ ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ടി സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഈ ഒരു ഡിസീസ് വന്നു ആൻഡ് ലേറ്റർ വൺസ് ഇത് ഡിസീസ് വന്നു എന്നിട്ട് പോകുമല്ലോ, പോയി കഴിഞ്ഞിട്ട് ലേറ്റൻ പീരീഡ് ഓഫ് 2 to 6 weeks കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ദിസ് വേരിയസ് ആൻറ്റിജനിക് കോമ്പൗണ്ട്സ് ഓഫ് ദി സ്ട്രെപ്റ്റോകോക്കൽ ക്രോസ് റിയാക്ട് വിത്ത് കാർഡിയാക് ആൻറ്റിജൻസ്. ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും, ദേ വിൽ ക്രോസ് റിയാക്ട് വിത്ത് കാർഡിയാക് ആൻറ്റിജൻസ്. അങ്ങനെ ഈ ആൻറ്റിബോഡീസ് ഇവർ റിയാക്ട് ചെയ്യും കാർഡിയാക് ആൻറ്റിജനോട്. അത് കൂടാതെ ടി സെൽ മീഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ദാറ്റ് ഈസ് CD4+ T cell activated by the streptococcal antigens also cross react with the self protein, thus resulting in പാൻകാർഡൈറ്റിസ്. പാൻകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, ഓൾ 3 ലെയേഴ്സിനെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് പാൻ എന്ന് പറയുന്നത്. എൻഡോകാർഡൈറ്റിസ് വരാം, മയോകാർഡൈറ്റിസ് വരാം, പെരികാർഡൈറ്റിസ് വരാം, അതുകൂടാതെ എക്സ്ട്രാ കാർഡിയാക് ലീഷൻസും കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആൻറ്റിബോഡി മീഡിയേറ്റഡ് റിയാക്ഷൻ. Antibody may be produced by the B lymphocyte against various antigenic compounds of the streptococci. One of them produced against M protein of the streptococci. So, the antibody produce various, that is B lymphocyte producing the streptococci various antigenic compounds. One of them is producing against the M protein of the streptococci, and this M protein against that like antibiotics will produce antibodies they produce it will cross react with certain similar self antigens in the myocardial cells and glycoproteins of the valve. So glycoproteins of the valve മയോകാർഡിയൽ സെൽസിലുള്ള സിമിലർ പ്രോട്ടീൻസിനോടും കൂടെ ഈ ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുന്നുണ്ടാവും, അത് നമ്മുടെ ബോഡിയിൽ. ആൻഡ് ദിസ് മേ ലീഡ്സ് ടു മെക്കാനിസം ഫോർ പാൻകാർഡൈറ്റിസ് ഇൻ ദി അക്യൂട്ട് റുമാറ്റിക് ഫീവർ. നെക്സ്റ്റ് ഈസ് ടി സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻ. ടി സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും CD4+ T cell are also activated by the streptococcal antigens. These along with the antibodies. So ഇവിടെ CD4+ T cell mediated activate ആക്കുന്നുണ്ടല്ലോ in the streptococcal antigens. Along with the antibodies എന്ത് ചെയ്യും, ഇവരും ക്രോസ് റിയാക്ട് ചെയ്യും സെൽഫ് പ്രോട്ടീൻസിനോട്. ആൻഡ് these reaction produces cytokine and this lead to the activation of macrophages which are seen in the lesions of rheumatic fever. ഇവരാണ് CD4+ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ലീഷൻസ് ഒക്കെ കാണിക്കുന്നത്. കൂടാതെ സെൽഫ് പ്രോട്ടീനോട് ക്രോസ് റിയാക്ടിവിറ്റി രണ്ടിനുണ്ട്, ആൻറ്റിബോഡി മീഡിയേറ്റഡിനും ഉണ്ട് സെൽ മീഡിയേറ്റഡിനും ഉണ്ട് ക്രോസ് റിയാക്ടിവിറ്റി. ആൻഡ് കോംപ്ലിക്കേഷൻസ് ഓഫ് ദി ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. കോംപ്ലിക്കേഷൻ ഓഫ് ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ട് ഡിസീസ് അല്ലേ, ഇത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഡെവലപ്പ് ചെയ്യാം. ഡാമേജ്ഡ് വാൽവ്സ് ഓഫ് ദി റുമാറ്റിക് ഹാർട്ട് ഡിസീസ് പ്രൊവൈഡ് എ സൈറ്റ് ഫോർ ഡിപ്പോസിഷൻ ഓഫ് ദി ബാക്ടീരിയ ദസ് കോസിങ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡ്. ഡാമേജ്ഡ് വാൽവ്സ് ആണല്ലോ, അപ്പം ബാക്ടീരിയനെ അവർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡാമേജ്ഡ് വാൽവ് ആയതുകൊണ്ട് ഡിപ്പോസിഷൻ സംഭവിക്കും, റിസൾട്ടിങ് ഇൻ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. ഇത് കൂടാതെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഹാർട്ടിൽ വരുമ്പോൾ ഫസ്റ്റ് എന്താ നടക്കുക, ആരിത്മിയാസ് വരില്ലേ. ആരിത്മിയ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്, മിട്രൽ സ്റ്റീനോസിസ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ആരിത്മിയാസ് വരുന്നത്. ദാറ്റ് ഈസ് ഇറഗുലർ ഹാർട്ട് ബീറ്റ്. നെക്സ്റ്റ് എന്ത് പറ്റും, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അല്ല അസോസിയേറ്റഡ് വിത്ത് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ബോത്ത് മിട്രൽ ആൻഡ് അയോട്ടിക് വാൽവ്. മിട്രൽ വാൽവിന് അയോട്ടിക് നമ്മൾ പറഞ്ഞത് 4 വാൽവിനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് റിസൾട്ടിങ് ഇൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. പിന്നെ കുറേ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അഡ്ഹസീവ് പെരികാർഡൈറ്റിസ് ഇൻഫ്ലമേഷനാണ്. ഫോളോയിങ് ദി ഫൈബ്രസ് പെരികാർഡൈറ്റിസ് ഡെവലപ്സ് ഡ്യൂറിങ് അക്യൂട്ട് അറ്റാക്ക്. അഡ്ഹസീവ് പെരികാർഡൈറ്റിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ത്രോംബസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മ്യൂറൽ ത്രോംബെ എന്താ, ദേ ആർ ഫോംഡ് ഇൻ ദി ഏട്രിയൽ ഓർ വെൻട്രിക്കുലർ ചേമ്പേഴ്സ് ആൻഡ് റെയർലി എ ലാർജ് ത്രോംബേസ് in the left atrium appendages may act as a ball valve and may obstruct the orifice of mitral valve. എന്ന് പറയുമ്പോൾ എന്താ, ന്യൂറൽ ത്രോംബെ ഡെവലപ്പ് ചെയ്യും. ന്യൂറൽ ത്രോംബെ ഒരു ബോൾ പോലെ ഇരിക്കും. ആൻഡ് ദേ ഒബ്സ്ട്രക്ട് ഓറിഫൈസ് ഓഫ് മിട്രൽ വാൽവ്, സ്ലൈറ്റ്ലി ഒബ്സ്ട്രക്ട് ചെയ്യും, ബട്ട് നാരോ ആക്കത്തേ ഉള്ളൂ വാൽവിനെ. ത്രോംബോ എംബോളി എന്ന് പറയുമ്പോൾ മ്യൂറൽ ത്രോംബെ മേ ഡിസ്ലോഡ്സ് ആൻഡ് ഫോംസ് ത്രോംബോ എംബോളി. മ്യൂറൽ ത്രോംബെ പർട്ടിക്കുലർ പോയിന്റിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും, അവിടെ എംബോളായിട്ട് മാറും. അങ്ങനെ എംബോളായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, വേരിയസ് ഓർഗനിൽ റീച്ച് ചെയ്യും. അങ്ങനെ അവിടെയൊക്കെ ഇഷ്കീമിയ ഉണ്ടാക്കി ഇൻഫാക്ഷൻ സംഭവിക്കും. ഇപ്പം എന്തൊക്കെ കോംപ്ലിക്കേഷൻ പറഞ്ഞ ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ,
ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, പിന്നെ ത്രോംബസ് ഡെവലപ്പ് ചെയ്യും. മ്യൂറൽ ത്രോംബെ, അമ്യൂറൽ ത്രോംബെ എംബോളി ആകുമ്പോൾ ത്രോംബോ എംബോളിസം. അങ്ങനെ പല ഓർഗനെ ഇത് എഫക്റ്റ് ചെയ്യും. അതുകൂടാതെ ഇവർ ഈ ത്രോംബസ് എവിടെ ഫോം ചെയ്യുന്നത്? വാൽവിലല്ലേ. വാൽവിൽ ഫോം ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് വാൽവ് നമ്മുടെ ബോഡിയിലുള്ള ഹാർട്ടിലുള്ള എല്ലാ വാൽവ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, റിസൾട്ടിങ് ഇൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. കൂടാതെ ഹാർട്ട് ഫെയിലിയർ മാത്രമാണ് ഉണ്ടാക്കുന്നത്, ആ ഹാർട്ടിൻ്റെ പുറത്തുള്ള ലെയർ, അതായത് പെരികാർഡിയം, അവിടെയും എന്തുണ്ടാക്കുന്നുണ്ട്? ഇൻഫ്ലമേഷൻ, റിസൾട്ട് പെരികാർഡൈറ്റിസ് ആൻഡ് റിസൾട്ടിങ് ഇൻ അരിത്മിയ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും മൈഗ്രേറ്റിംഗ് പോളി ആർട്ടറൈറ്റിസ് ഓർ കാർഡൈറ്റിസ് വരുന്നുണ്ട്. ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ആറ്റ് അക്യൂട്ട് കാർഡൈറ്റിസ് ഇൻക്ലൂഡ് പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്, വീക്ക് ഹാർട്ട് സൗണ്ട്, ടക്കികാർഡിയ, അരിത്മിയാസ് ആൻഡ് വേരിയസ് കാർഡിയക് മർമർ. ഇതൊക്കെയാണ് ക്ലിനിക്കലി. പോളി ആർട്ടറൈറ്റിസ് ആണല്ലോ ആൻഡ് എൻഡോകാർഡൈറ്റിസ്, കാർഡൈറ്റിസ് ആണ് വരുന്നത്. ക്ലിനിക്കലി ഫൈൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞു, പെരികാർഡിയത്തിൽ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഫ്രിക്ഷൻ റബ്ബ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ വീക്ക് ഹാർട്ട് സൗണ്ട്സ് ആയിട്ട് അരിത്മിയാസ് അല്ലേ. ദെൻ ടക്കികാർഡിയ, അരിത്മിയാസ്, വേരിയസ് കാർഡിയക് മർമേഴ്സ്. ദെൻ എക്സ്ട്രാ കാർഡിയാക് ലീഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ന്യൂറോളജിക്കലായിട്ടുള്ളത് സിൻഡൻഹാംസ് കോറിയ, സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ്, മൈഗ്രേറ്റിംഗ് polyarthritis, then erythema marginatum. These are the extra cardiac lesions. പിന്നെ പറയുന്നത് നമ്മുടെ ലാബ് ഡയഗ്നോസിസ് ആണ്. ലാബ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? സിറോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. സിറോളജിക്കൽ ടെസ്റ്റ് ദാറ്റ് ഫൈറേഞ്ചിയൽ കൾച്ചർ ഫോർ ദി സ്ട്രെപ്റ്റോകോക്കൈ ആർ നെഗറ്റീവ് ബൈ ദി ടൈം ഓഫ് ദി ഇൽനസ് ബിഗിൻസ്. ഇൽനസ് ബിഗിൻ ചെയ്യുന്ന സമയത്ത് ഫൈറേഞ്ചിയൽ കൾച്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൈ നെഗറ്റീവ് ആയിരിക്കും. വൈ? കാരണം ഫൈറഞ്ചൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞ് ലേറ്റൻറ്റ് പീരീഡ് 2 to 6 വീക്സ് കഴിഞ്ഞ് ഉണ്ടായിട്ട് അത് റിസോൾവ് ചെയ്ത് 2 to 6 വീക്സ് കഴിഞ്ഞ് ലേറ്റൻറ്റ് പീരീഡ്, അതാണ് ലേറ്റൻറ്റ് പീരീഡ്. ആ ടൈം കഴിയുമ്പോഴായിരിക്കും ഇത് റൊമാറ്റിക് ഫീവറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഫൈറഞ്ചിയൽ കൾച്ചർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? അതുകൊണ്ട് നെഗറ്റീവ് കാണിക്കും. അവിടെ ഇപ്പോൾ ഇല്ലല്ലോ സ്ട്രെപ്റ്റോകോക്കൈ. ദി ആൻറ്റിബോഡീസ് ടു 1 or more സ്ട്രെപ്റ്റോകോക്കൽ എൻസൈംസ് ക്യാൻ ഡിറ്റക്റ്റബിൾ. അപ്പോൾ ഇവിടെ ആൻറ്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യുന്നത്, അല്ലാതെ ഫെറിഞ്ചൽ കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ആൻറ്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യുന്നത്? ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ ഒ, DNase B, ആൻറ്റി ഹൈലറോണിഡേസ്. അക്യൂട്ട് ഫേസ് റിയാക്റ്റൻ പ്രോട്ടീൻസ്, അതായത് സി റിയാക്റ്റീവ് പ്രോട്ടീനും റേസ് ESRും കാണാൻ പറ്റും ലബോറട്ടറി ഫൈൻഡിങ്സ് ആയിട്ട്. ESR ലെവലിൽ റേസ് ചെയ്യും. ദെൻ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, ഇൻഫ്ലമേഷൻ അല്ലേ, അപ്പോൾ സി റിയാക്റ്റീവ് പ്രോട്ടീൻ കാണാൻ പറ്റും, റേസ്ഡ് ESR ലെവൽ കാണാൻ പറ്റും. കോഴ്സ് വരുമ്പോൾ റിക്കവറി മോസ്റ്റ് അക്യൂട്ട് attack subsides with 4 to 6 weeks. Recurrence of clinical manifestation reappears years to even decades after the initial episodes of rheumatic fever. Prognosis പറയുന്നത് ലോങ് ടൈം പ്രോഗ്നോസിസ് ആണ്. ഹാസ് ഇംപ്രൂവ്ഡ് ദി ഔട്ട്ലുക്ക് ഡ്യൂ ടു സർജിക്കൽ റിപ്പയർ ഓർ പ്രോസ്തെറ്റിക് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡിസീസ്ഡ് വാൽവ്.